കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ എം.എൽ.എ വിട്ടുനിന്നതിൽ വിവാദം കനക്കുകയാണ്. ചാണ്ടി ഉമ്മന്റെ നടപടി തെറ്റാണെന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിന്റെ പരസ്യ വിമർശനത്തിന് പിന്നാലെ മറുപടിയുമായി ചാണ്ടി ഉമ്മൻ രംഗത്തു വന്നു. പരിപാടി താൻ ഏറ്റിരുന്നില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ നൽകുന്ന വിശദീകരണം. ഈ പരിപാടി ഏറ്റത് രമ്യ ഹരിദാസ. ഇപ്പം ഞാൻ സാഹചര്യം ഉണ്ടെങ്കിൽ, കാരണം ഇന്നലെ തന്നെ ഞാൻ അറിയിച്ചു, സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണതാ രമ്യ ഹരിദാസിൻ്റെ ഫോട്ടോ ചേർത്തുള്ള പരിപാടിയാണ്. ഇത് ആദ്യം ഏറ്റിരിക്കുന്നവരാണ്. ഇപ്പം എനിക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ 5 മണിക്കാണ് വന്ന് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ പ്രസിഡന്റിനെ വിളിച്ചിട്ടുമില്ല, ഈ പരിപാടിക്ക് തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല, ഈ മണ്ഡലം പ്രസിഡന്റ്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങ് തീരുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു നിങ്ങൾ ഇഷ്യൂ എങ്ങനെ കേരളത്തിലെ മീഡിയാസിനെ അഭിനന്ദിക്കണം. നിങ്ങളെ അവർ DCC അധ്യക്ഷൻ്റെ കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം, ഞങ്ങൾ പാർട്ടി പറഞ്ഞോളാം. ഞങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പാർട്ടിക്കകത്ത കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം. ഞങ്ങൾ മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ പാർട്ടി തീർത്തോളാം. നിങ്ങൾ വേണമെങ്കിൽ DCCയിലോട്ട് വന്നു, അപ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം ബാക്കി. ചാണ്ടി ഉമ്മന്റെ പിന്മാറ്റത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമാണ് എന്നതാണ് വിവരം. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. നിഖിൽ പ്രമേഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, ചാണ്ടി ഉമ്മൻ ഇപ്പോൾ വിശദീകരിക്കുന്നത് താൻ ഏറ്റ പരിപാടിയല്ല, രാവിലെ വന്നു പോകാൻ കഴിഞ്ഞില്ല, മാത്രമല്ല DCC മണ്ഡലം പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി ചാണ്ടി ഉമ്മൻ മനഃപൂർവ്വം ഈ പരിപാടിയിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതാണ്. അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിക്കുന്നതും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കേട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ അനാവശ്യമായ ചില വിവാദങ്ങൾ ഊതിപ്പെരിപ്പിച്ചു കൊണ്ടുവരികയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഒരു ഭാഗം. എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്? അതിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കാരണമായിട്ടുണ്ട്. GK, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പങ്കുവെക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നതായിരുന്നു. DCC പ്രസിഡന്റ് പ്രവീൺകുമാറിനെ ചൊടിപ്പിച്ചതും അതുതന്നെയാണ്. അതായത് നേരത്തെ പങ്കെടുക്കാമെന്ന് ഉറപ്പ് ലഭിച്ചു എന്ന് പ്രവീൺ തന്നെ ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ള സൗണ്ട് ബൈറ്റിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, കോഴിക്കോട് ഉണ്ടായിട്ടും ചാണ്ടി പങ്കെടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അതിനിപ്പോൾ ചാണ്ടി ഉമ്മൻ നൽകുന്ന വിശദീകരണം നമ്മൾ കേട്ടു. അദ്ദേഹം നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് വിദേശത്താണ് ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെയാണ് എത്തിച്ചേർന്നത്. എന്ന് മാത്രമല്ല, ഈ പരിപാടിക്ക് അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചുള്ള ഈ യുവജന സമ്പർക്ക യാത്രയിലേക്ക് തന്നെ മണ്ഡലം പ്രസിഡന്റോ മറ്റോ ഒന്നും ക്ഷണിച്ചിരുന്നില്ല. ഏതാണ്ട് ഈ പരിപാടി തുടങ്ങിയ ശേഷമാണ് താൻ ഇക്കാര്യം അറിയുന്നത്. അപ്പോൾ താൻ ബന്ധപ്പെട്ടപ്പോൾ പരിപാടി ഏതാണ്ട് തീരാറായി എന്ന് തന്നെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില കുഴപ്പങ്ങളുണ്ട് ഗോപി. കാരണം ഇന്നലെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ രമ്യ ഹരിദാസാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ചാണ്ടി ഉമ്മൻ നമ്മെ കാണിച്ചിരുന്നു. എന്നാൽ ഇതേ പോസ്റ്ററിൽ ചാണ്ടിയുടെ മുഖം വെച്ചുള്ള പോസ്റ്ററാണ് ഇന്നലെ മാധ്യമങ്ങൾക്കൊക്കെ ലഭിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാവിലെ 7 മണിക്ക് തന്നെ നമ്മൾ മുഖധാറിൽ എത്തിച്ചേർന്നതും. അപ്പോഴാണ് ചാണ്ടിയല്ല രമ്യയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് തന്നെ. ഈ പിന്മാറ്റത്തിന് പിന്നിൽ ഒരു ഗ്രൂപ്പ് തർക്കമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, മലബാറിലെ യൂത്ത് കോൺഗ്രസ് ഷാഫി പറമ്പിൽ അടങ്ങുന്ന വിഭാഗത്തിൻ്റെ കയ്യിലാണ്, അവരാണ് അത് കൈയാളുന്നത്. ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിലെ തന്നെ മറ്റൊരു MLA ചാണ്ടി ഉമ്മനെ വിലക്കി, അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ നമ്മെ അറിയിക്കുന്ന കാര്യം. അതിന് ചില രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വച്ച് കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഈ യൂത്ത് കോൺഗ്രസിലെ തന്നെ ആളുകൾ പറയുന്നതിനോട് നമുക്ക് അല്പം കൂടി സാധൂകരണം ലഭിക്കും. എന്തായാലും ചാണ്ടി ഇപ്പോൾ വിശദീകരിക്കുന്നത് അങ്ങനെ യാതൊരു തരത്തിലുള്ള മാറി നിൽക്കലും ഉണ്ടായിട്ടില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ നേരത്തെ വിളിച്ച പരിപാടി ഇപ്പോൾ ഞാനുള്ള ക്രിസ്ത്യൻ കോളേജിലെ KSU സംഘടിപ്പിക്കുന്ന പരിപാടിയും മറ്റൊന്ന് മലപ്പുറത്തുമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. രമ്യ ഹരിദാസാണ് ഈ പരിപാടി ഏറ്റിരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. DCC അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾക്ക്, അതായത് തന്നോട് വിശദീകരണം ചോദിക്കും, നേരിട്ട് വിശദീകരണം തരണം, ചാണ്ടി പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഞാൻ DCCയിൽ പോയി DCC പ്രസിഡന്റിനോട് തന്നെ മറുപടി പറഞ്ഞോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഗ്രൂപ്പ് തർക്കത്തിന്റെ പ്രതിഫലനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്. അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായും ഈ MP-മാർ മത്സരിക്കാൻ വരുന്നതുമായൊക്കെ ബന്ധമുണ്ട് എന്നുകൂടി പ്രേക്ഷകർ വായിക്കണം. എന്തായാലും DCC പ്രസിഡന്റ് ഇപ്പോൾ ചാണ്ടി ഉമ്മനോട്
ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കുകയായിരുന്നു എന്നതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി മാറി നിന്നു എന്നും ഉള്ള വ്യാഖ്യാനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ചാണ്ടി ഉമ്മൻ അതൊക്കെ നിഷേധിക്കുമ്പോഴും. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.